ഹായ് ഓൾ. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കൺസെപ്റ്റാണ് ഡെഡ്ലോക്ക് പ്രിവെൻഷൻ ആൻഡ് അവോയ്ഡൻസ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡെഡ്ലോക്കിൻ്റെ 4 ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ കണ്ടീഷൻസ് ഡിസ്കസ് ചെയ്തിരുന്നു. എന്തൊക്കെയായിരുന്നു? മ്യൂച്വൽ എക്സ്ക്ലൂഷൻ, ഹോൾഡ് ആൻഡ് വെയിറ്റ്, നോ പ്രിയംഷൻ, സർക്കുലർ വെയിറ്റ്. ഇത് 4 ഒരുമിച്ച് വരുമ്പോഴാണ് ഡെഡ്ലോക്ക് ഉണ്ടാവുക നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ നമുക്ക് ഇനി നെക്സ്റ്റ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ഡെഡ്ലോക്ക് ഹാൻഡ്ലിംഗ് മെത്തേഡ്സ് ആണ്. എങ്ങനെ ഈ ഡെഡ്ലോക്ക് ഹാൻഡിൽ ചെയ്യാം, അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് ഡെഡ്ലോക്ക് പ്രിവെൻഷൻ. എങ്ങനെയാണ് ഇത് പ്രിവെൻറ്റ് ചെയ്യുക? നമ്മൾ ഈ 4 കണ്ടീഷൻസ് മേലെ പറഞ്ഞു. ഇതിനകത്തുള്ള ഒന്നെങ്കിലും എലിമിനേറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് നമ്മൾ മ്യൂച്വൽ എക്സ്ക്ലൂഷൻ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ എലിമിനേറ്റ് മ്യൂച്വൽ എക്സ്ക്ലൂഷൻ എത്രത്തോളം പോസിബിളാണ് എന്ന് നോക്കാം. It is not possible to dissatisfy the mutual exclusion because some resources such as the tape drive and printer are inherently non-shareable. അതായത് മ്യൂച്വൽ എക്സ്ക്ലൂഷൻ ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ ഒരു പരിധി കൂടുതൽ പോസിബിൾ അല്ല. കാരണം ഷെയർ ചെയ്യാൻ പറ്റാത്ത റിസോഴ്സസുകൾ ഉണ്ടായിരിക്കും. ഇപ്പോൾ ടേപ്പ് ഡ്രൈവ്, പ്രിൻ്റർ എന്നൊക്കെ പറയുന്നത് ഷെയർ ചെയ്യാൻ പറ്റാത്തതാണ്. അങ്ങനത്തെ ആകുമ്പോൾ അതിനകത്ത് മ്യൂച്വൽ എക്സ്ക്ലൂഷൻ ത്രൂ മാത്രമേ പോസിബിൾ ആവുള്ളൂ. ഒരു ടൈമിൽ ഒന്ന് മാത്രമേ അപ്പോൾ പോസിബിൾ ആവുള്ളൂ, ഒരിക്കലും ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. സോ അതുകൊണ്ട് തന്നെ എലിമിനേറ്റ് മ്യൂച്വൽ എക്സ്ക്ലൂഷൻ എന്നുള്ളത് ഒരു പരിധി കൂടുതൽ പോസിബിൾ അല്ല. എപ്പോഴും ഒന്ന് കഴിഞ്ഞിട്ട് ആഫ്റ്റർ എന്നുള്ള രീതിയിലേ കൊടുക്കാൻ പറ്റുള്ളൂ. പിന്നെ നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഹോൾഡ് ആൻഡ് വെയിറ്റിൽ എലിമിനേഷൻ കൊണ്ടുവരിക എന്നുള്ളതാണ്. അലോക്കേറ്റ് ഓൾ റിക്വയർഡ് റിസോഴ്സസ് ടു ദ പ്രോസസ് ബിഫോർ ദ സ്റ്റാർട്ട് ഓഫ് ഇറ്റ്സ് എക്സിക്യൂഷൻ. ഒരു പ്രോസസ്സ് എക്സിക്യൂട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ അതിന് എന്തൊക്കെ റിസോഴ്സുകൾ, ചിലപ്പോൾ 2 റിസോഴ്സസ് മതിയാവും, ചിലപ്പോൾ 3 വേണ്ടി വരും. എത്ര റിസോഴ്സാണ് വേണ്ടത് അത് മുന്നേ തന്നെ എന്ത് ചെയ്ത് കൊടുക്കുക, അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുക. എന്നാൽ പിന്നെ ഹോൾഡിങ്ങും വെയിറ്റിങ്ങും ഒന്നും വരില്ല. ആ ടൈമിൽ അവർക്ക് വേണ്ടതൊക്കെ അവൈലബിൾ ആയിരിക്കും, അവർക്കത് യൂസ് ചെയ്യാം. ആഫ്റ്റർ ദാറ്റ് റിലീസ് ചെയ്യാം. ദിസ് വേ ഹോൾഡ് ആൻഡ് വെയിറ്റ് കണ്ടീഷൻ ഈസ് എലിമിനേറ്റഡ് ബട്ട് ഇറ്റ് വിൽ ബി ലീഡ് ടു ലോ ഡിവൈസ് യൂട്ടിലൈസേഷൻ. ഈ ഹോൾഡ് ആൻഡ് വെയിറ്റ് കൊണ്ടുവന്നു കഴിഞ്ഞാലുള്ള വലിയൊരു പ്രശ്നം എന്താ വെച്ചാൽ ഡിവൈസ് യൂട്ടിലൈസേഷൻ കുറയും. അപ്പോഴും അതൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് മാറും. For example, if a process requires printer at a later time and we have allocated printer before the start of its execution, printer will remain blocked till it has completed its execution. അപ്പോൾ ആ പ്രോസസ്സർ നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കുകയാണ്, അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ കുറച്ച് ടൈമായി യൂസ് ചെയ്യും, പിന്നെ അതിന് വേണ്ടി വരില്ല, പിന്നെ അതിന് വേണ്ടി വരും. അങ്ങനെ ആ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുന്ന വരെ എന്ത് ചെയ്യേണ്ടി വരും, അത് ആ ബ്ലോക്ക്ഡായി അവിടെ ഇങ്ങനെ കിടക്കും. അങ്ങനെ ഒരു അവസ്ഥ വരും. അപ്പോൾ ആ ഡിവൈസിൻ്റെ മാക്സിമം യൂട്ടിലൈസേഷൻ എന്നുള്ള ആ ഒരു കണ്ടീഷനിലേക്ക് നമുക്ക് ഒരിക്കലും കൊണ്ടുവരാൻ പറ്റില്ല. നമ്മൾ സിസ്റ്റത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതിനകത്തുള്ള ഓരോ ഡിവൈസുകളും മാക്സിമം യൂട്ടിലൈസേഷനാണ്. ഇപ്പോൾ CPU ആണെങ്കിൽ മാക്സിമം യൂട്ടിലൈസേഷൻ, അതിനകത്തുള്ള ഏതായാലും ശരി. ഇപ്പോൾ ഇവിടെ പറഞ്ഞ പോലെ പ്രിൻ്റർ ആണെങ്കിലും എത്രയോ ക്യൂ ആയിട്ട് കിടക്കുമായിരിക്കും പ്രോസസ്സുകൾ. അതിൻ്റെ ഇടയിൽ നമ്മൾ വെറുതെ ഒരു റിസോഴ്സസിനെ ബ്ലോക്ക് ചെയ്തിടുന്ന അവസ്ഥയാവും മാറും. അപ്പോൾ നമ്മൾ ആ ഹോൾഡ് ആൻഡ് വെയിറ്റ് നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ നെഗറ്റീവുകൾ കൊണ്ടുവരും. The process will make a new request for resources after releasing the current set of resources. This solution may lead to starvation. അതേപോലെ തന്നെ ഇപ്പോൾ ഒരു പ്രോസസ്സ് ഈ പ്രിൻ്ററൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞു, അതൊക്കെ റിലീസ് ചെയ്ത് കഴിഞ്ഞു, വീണ്ടും അത് നെക്സ്റ്റ് പ്രോസസ്സിന് വേണ്ടിയിട്ട് വീണ്ടും എന്ത് ചെയ്യാണ്, റിക്വസ്റ്റ് ചെയ്യുകയാണെങ്കിൽ സ്റ്റാർവേഷൻ എന്നുള്ള ഇഷ്യൂ വരും. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ഈ റിക്വസ്റ്റ് ചെയ്യുന്ന പ്രോസസ്സ് ഒരു പക്ഷേ ഹൈ പ്രയോറിറ്റി പ്രോസസ്സ് ആയിരിക്കും. അപ്പോൾ കുറേ ടൈം അതൊരു റിസോഴ്സസിനെ അത് ബ്ലോക്ക് ചെയ്ത് വെച്ചു അതിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട്. കാരണം നമ്മളിവിടെ ഹോൾഡ് ആൻഡ് വെയിറ്റ് കുറക്കാനാണ് ഇവിടെ നമ്മളിങ്ങനെ ഒരു മെത്തേഡ് കൊണ്ടുവന്നത്, പക്ഷേ അത് അതിനേക്കാൾ സൈഡ് എഫക്റ്റ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റാർവേഷൻ ഇഷ്യൂ വരും. കാരണം എന്താണ്, ആ പ്രോസസ്സ് കുറച്ച് ടൈമായി യൂസ് ചെയ്തു, പിന്നെ അത് റിലീസ് ചെയ്തു, വീണ്ടും നെക്സ്റ്റ് റിക്വസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ലോ പ്രയോറിറ്റി പ്രോസസ്സുകളൊക്കെ അവിടെ പെൻഡിങ്ങിൽ കിടക്കും. അപ്പോൾ ഡെഡ്ലോക്ക് ഒഴിവാക്കാൻ ശ്രമിച്ചിട്ട് അവിടെ സ്റ്റാർവേഷൻ ഇഷ്യൂ വരും. ഓക്കെ, ഇത് ജസ്റ്റ് ഹോൾഡ് ആൻഡ് വെയിറ്റിൻ്റെ ഒരു ഫിഗറാണ്. നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. P1 ഹോൾഡിങ് R1, P1 വെയിറ്റിംഗ് ഫോർ R2. അതായത് P1 R1 ഹോൾഡ് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ P1 ഈസ് വെയിറ്റിംഗ് ഫോർ R2. ഇത് ഹോൾഡ് ആൻഡ് വെയിറ്റിൻ്റെ ജസ്റ്റ് ഒരു ഫിഗർ കാണിച്ചതാണ്. നമ്മൾ എനിക്ക് തോന്നുന്നു നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ജസ്റ്റ് വരക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നെക്സ്റ്റ്, എലിമിനേറ്റ് നോ പ്രിയംഷൻ. Preempt resources from the process when resources required by other high priority process. നെക്സ്റ്റ്, എലിമിനേറ്റ് നോ പ്രിയംഷൻ. നോ പ്രിയംഷൻ എന്നുള്ള കണ്ടീഷനാണ് നമ്മൾ നെക്സ്റ്റ് എലിമിനേറ്റ് ചെയ്യാൻ പോകുന്നത്. അതായത് നോ പ്രിയംഷൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രോസസ്സിന് റിസോഴ്സസ് കൊടുത്തു കഴിഞ്ഞാൽ ആ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുന്നവരെ ആ ഒരു പ്രോസസ്സ് മാത്രം, അതായത് അതിൻ്റെ പ്രോസസ്സിങ് കംപ്ലീറ്റ് ചെയ്യുന്നവരെ ആ ഒരു പ്രോസസ്സ് മാത്രം റിസോഴ്സസിനെ യൂസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക, നോ പ്രിയംഷൻ എന്ന് പറയാം. അപ്പോൾ പ്രിയംഷൻ എന്തായിരിക്കും? പ്രിയംഷൻ എന്ന് പറഞ്ഞൊരു ടൈം കോണ്ടം കൊടുത്തിട്ട് ഒരു ഇത്ര ടൈം ഇൻ്റർവെല്ലിൽ ഒരാൾക്ക് യൂസ് ചെയ്യാം, നെക്സ്റ്റ് ടൈം ഇൻ്റർവെല്ലിൽ നെക്സ്റ്റ് ആൾക്ക് യൂസ് ചെയ്യാം എന്നുള്ള രീതിയിൽ നമ്മൾ റൗണ്ട് റോബിൻ അൽഗോരിതമൊക്കെ ഇല്ലേ, നിങ്ങൾ വോയിസിനകത്ത് തന്നെ പഠിക്കുന്നുണ്ടാവും. അതിനകത്തൊക്കെ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ഈ ടൈം കോണ്ട മെത്തേഡ്. അതായത് പ്രിയംപ്റ്റ് ചെയ്ത് കുറച്ച് ടൈം എന്നുള്ള രീതിയിൽ കൊടുക്കുക. അപ്പോൾ ഈ പ്രിയംപ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കമ്പയറിംഗ് ടു ഹോൾഡ് ആൻഡ് വെയിറ്റും അതേപോലെ തന്നെ മ്യൂച്വൽ എക്സ്ക്ലൂഷനൊക്കെ എലിമിനേറ്റ് ചെയ്യുന്നതിനേക്കാൾ ഒന്നുകൂടെ നല്ലൊരു ഓപ്ഷനാണ്. അതിനനുസരിച്ചുള്ള ടെക്നിക്സും അൽഗോരിതംസൊക്കെ ആഡ് ചെയ്യേണ്ടി വരും എന്ന് മാത്രം.
അപ്പോൾ ഇവിടെ ചെയ്യുന്നത് എന്താ വെച്ചാൽ ഒരു പ്രോസസ്സിന് കൊടുത്ത നമ്മൾ കുറച്ച് റിസോഴ്സസുകൾ കൊടുത്തു. അപ്പോൾ ഒരു ടൈം കഴിഞ്ഞാൽ അതിനെ പ്രിയംപ്റ്റ് ചെയ്ത് കൊണ്ട് എന്ത് ചെയ്യും, ആ റിസോഴ്സസിന് ഹൈ പ്രയോറിറ്റി പ്രോസസ്സ് ആരെങ്കിലും റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ കൊടുക്കും. ഒരു പ്രത്യേക ടൈം ഇൻ്റർവൽ കഴിഞ്ഞാൽ നെക്സ്റ്റ് ആ കൊടുക്കും. അങ്ങനെയാണ് ഇവിടെ നോ പ്രിയംപ്ഷനെ എലിമിനേറ്റ് ചെയ്യുന്നത്. സോ അതൊരു നല്ല മെത്തേഡാണ്. പിന്നെ എലിമിനേറ്റ് സർക്കുലർ വെയിറ്റ്. ഈച്ച് റിസോഴ്സ് വിൽ ബി അസൈൻ വിത്ത് എ ന്യൂമറിക്കൽ നമ്പർ. ഓരോ റിസോഴ്സസിന് നമ്മൾ ന്യൂമറിക്കൽ നമ്പർ വെച്ചിട്ട് എന്ത് ചെയ്യും, അസൈൻ ചെയ്ത് കൊടുക്കും. ഈ പ്രോസസ് ക്യാൻ റിക്വസ്റ്റ് ദ റിസോഴ്സസ് ഇൻക്രീസിങ് ഓർ ഡിക്രീസിങ് ഓർഡർ ഓഫ് നമ്പറിങ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഈ റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ പ്രോസസ്സൊക്കെ ഒരു ഇൻക്രീസിങ് അല്ലെങ്കിൽ ഡിക്രീസിങ് ഓർഡറിൽ നമ്പർ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ P1 എന്ന പ്രോസസ്സിന് R5 അലോക്കേറ്റ് ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് ടൈം P1 R4 ഒക്കെ ചോദിക്കുകയാണെങ്കിൽ ഈ R4 എന്താണ്, R5 ചെറിയ നമ്പറാണ്. സോ ആ റിക്വസ്റ്റ് എന്ത് ചെയ്യില്ല, ഗ്രാൻഡ് ചെയ്യില്ല. ഓൺലി റിക്വസ്റ്റ് ഫോർ റിസോഴ്സസ് മോർ ദൻ R5 വിൽ ബി ഗ്രാൻഡഡ്. പിന്നെ ഈ P1 R5 ഹയർ ആയിട്ടുള്ള നമ്പേഴ്സ് മാത്രമേ ഗ്രാൻഡ് ചെയ്ത് കൊടുക്കുള്ളൂ. അപ്പോൾ നമ്മൾ ഈ സർക്കുലർ വെയിറ്റ് ഒഴിവാക്കാനാണ്. കാരണം നമ്മൾ സർക്കുലർ വെയിറ്റ് പറഞ്ഞപ്പോൾ മുന്നേ പറഞ്ഞിരുന്നു എന്താണ്, ലാസ്റ്റത്തെ പ്രോസസ്സ് എന്ത് ചെയ്യും, ഫസ്റ്റത്തെ റിസോഴ്സസിനെ ആക്സസ് ചെയ്യാൻ ശ്രമിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനേക്കാൾ ചെറിയ നമ്പറിനെ ആക്സസ് ചെയ്യാൻ ശ്രമിക്കുന്ന ആ സിറ്റുവേഷൻ വന്നുകൊണ്ടാണ് അവിടെ സർക്കുലർ വെയിറ്റ് വന്നത്. സോ അത് ഒഴിവാക്കാനാണ് നമ്മൾ എന്ത് ചെയ്തത്, അതിനേക്കാൾ കൂടിയ നമ്പർ മാത്രമേ ഇനി ഗ്രാൻഡ് ചെയ്യുള്ളൂ എന്നുള്ള ഒരു കണ്ടീഷൻ വെച്ചത്. സോ അതും ഒരു കുഴപ്പമില്ലാത്തൊരു മെത്തേഡാണ്. സോ ഈ രീതിയിലൊക്കെയാണ് ഒരു പരിധി വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ഡെഡ് ലോക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുക. നെക്സ്റ്റ് ഡെഡ് ലോക്ക് അവോയ്ഡൻസ് ആണ്. ഡെഡ് ലോക്ക് അവോയ്ഡൻസിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു അൽഗോരിതമാണ് ബാങ്കേഴ്സ് അൽഗോരിതം എന്ന് പറയുന്നത്. ബാങ്കേഴ്സ് അൽഗോരിതം ഈസ് റിസോഴ്സ് അലോക്കേഷൻ ആൻഡ് ഡെഡ് ലോക്ക് അവോയ്ഡൻസ് അൽഗോരിതം വിച്ച് ടെസ്റ്റ്. സോ ഈ ബാങ്കേഴ്സ് അൽഗോരിതത്തിന് നമ്മൾ ഡെഡ് ലോക്ക് അവോയ്ഡൻസ് അൽഗോരിതം എന്ന് പറയും. ഈ ബാങ്കേഴ്സ് അൽഗോരിതത്തിനകത്ത് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ പ്രോസസ്സുകൾ റിസോഴ്സസിന് വേണ്ടി റിക്വസ്റ്റ് ചെയ്യുമ്പോൾ അവിടെ നമ്മൾ ടെസ്റ്റിംഗ് ആണ് ചെയ്യുന്നത്. ഒരു കോഡ് വെച്ചിട്ട് ഒരു ടെസ്റ്റിംഗ് ചെയ്യും. അതായത് ഈ പ്രോസസ്സുകൾക്ക് ഈ റിസോഴ്സസുകൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സിസ്റ്റം സേഫ് സ്റ്റേറ്റിലാണോ എന്ന് ചെക്ക് ചെയ്യും. അപ്പോൾ നമ്മൾ എന്താണ്, അവരെ പ്രോസസ്സ് റിക്വസ്റ്റ് ചെയ്തു അല്ലെങ്കിൽ റിസോഴ്സസിന് വേണ്ടി റിക്വസ്റ്റ് തന്നെങ്കിൽ നമ്മൾ ആ ഒരു റിസോഴ്സസ് അവർക്ക് ഗ്രാൻഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാലും സേഫ് സ്റ്റേറ്റിലാണോ എങ്കിൽ മാത്രം എന്ത് ചെയ്യും, ആ റിക്വസ്റ്റ് ഗ്രാൻഡ് ചെയ്യും, അവർക്ക് റിസോഴ്സസ് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കും. അതല്ല നോ സേഫ് സ്റ്റേറ്റ് ആണെങ്കിൽ ഒരിക്കലും എന്ത് ചെയ്യില്ല, ആ പ്രോസസ്സ് ചോദിച്ച റിക്വസ്റ്റ് ഒരിക്കലും അലോ ചെയ്ത് കൊടുക്കില്ല. അതായത് സേഫ് സ്റ്റേറ്റിൽ മാത്രം മൂവ് ചെയ്യുന്ന ഒരു അൽഗോരിതമാണ് ബാങ്കേഴ്സ് അൽഗോരിതം. അപ്പോൾ എത്രത്തോളം റിസോഴ്സസ് അവൈലബിൾ ആണ്, എത്ര പേര് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നതിൻ്റെയൊക്കെ ബേസിൽ സേഫ് സ്റ്റേറ്റ് ടെസ്റ്റ് ചെയ്തുകൊണ്ട് മാത്രമായിരിക്കും ഇവിടെ എന്ത് ചെയ്യുക, അവർ റിസോഴ്സസൊക്കെ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുക. അതാണ് ബാങ്കേഴ്സ് അൽഗോരിതത്തിൻ്റെ പ്രത്യേകത. പിന്നെ ഈ ബാങ്കേഴ്സ് അൽഗോരിതത്തിനകത്ത് ഇൻപുട്ടായിട്ട് കൊടുക്കുന്ന 3 കാര്യങ്ങളാണ്. മാക്സിമം നീഡ് ഓഫ് റിസോഴ്സസ് ബൈ ഈച്ച് പ്രോസസ്സ്. ഒന്ന്, ഓരോ പ്രോസസ്സിനും എത്ര റിസോഴ്സസുകൾ ആവശ്യമായിട്ട് വരും. പിന്നെ കറൻ്റ്ലി ഏതൊക്കെ പ്രോസസ്സുകൾക്ക് എത്ര റിസോഴ്സസുകളൊക്കെ അലോക്കേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതും. പിന്നെ മാക്സിമം ഫ്രീ അവൈലബിൾ റിസോഴ്സസ് ഇൻ ദ സിസ്റ്റം. ഇനി എത്രയൊക്കെ റിസോഴ്സസുകൾ ഫ്രീ ആയിട്ട് നമ്മുടെ സിസ്റ്റത്തിനകത്ത് അവൈലബിൾ ആയിട്ടുണ്ട്. ഈ കണ്ട കൺസെപ്റ്റുകളാണ് ഇൻപുട്ടായിട്ട് ബാങ്കേഴ്സ് അൽഗോരിതത്തിൽ കൊടുക്കുന്നത്. പിന്നെ ഇതിനകത്ത് നമ്മുടെ റിസോഴ്സസിനെ ഗ്രാൻഡ് ചെയ്യുന്നത് ചില കണ്ടീഷൻ്റെ ബേസിലാണ്. ഒന്ന്, ഇഫ് ദ റിക്വസ്റ്റ് മെയ്ഡ് ബൈ ദ പ്രോസസ് ഈസ് ലെസ് ദാൻ ഈക്വൽ ടു ദ മാക്സിമം നീഡ് ഓഫ് ദാറ്റ് പ്രോസസ്. ഒരു പ്രോസസ്സ് റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ നീഡിൻ്റെ ലെസ് ദാനോ അല്ലെങ്കിൽ ഈക്വലോ ആയിരിക്കണം അവർ റിക്വസ്റ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ എന്താണ്, ഹോൾഡ് ആൻഡ് വെയിറ്റ് എന്നുള്ള ഇഷ്യൂ ഒക്കെ വരും. വെറുതെ അവർ ഹോൾഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വേറൊരു പ്രോസസ്സിനുള്ള ചാൻസാണ് പോവുക. സോ സേഫ് സ്റ്റേറ്റ് ആണ് ബാങ്കേഴ്സ് അൽഗോരിതം പ്രയോറിറ്റി കൊടുക്കുന്നത്. പിന്നെ ഇഫ് ദ റിക്വസ്റ്റ് മെയ്ഡ് ബൈ ദ പ്രോസസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ദ ഫ്രീലി അവൈലബിൾ റിസോഴ്സ് ഇൻ ദ സിസ്റ്റം. അതേപോലെ തന്നെ ഒരു പ്രോസസ്സ് റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവരാവശ്യപ്പെടുന്ന റിസോഴ്സുകൾ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സ് ആണെങ്കിൽ അത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഫ്രീലി അവൈലബിൾ റിസോഴ്സ് ആയിരിക്കണം. അതായത് അതിനേക്കാൾ കൂടുതൽ ഫ്രീലി അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ അവർക്ക് എന്ത് ചെയ്ത് കൊടുക്കുള്ളൂ, ഗ്രാൻഡ് ചെയ്ത് കൊടുക്കുള്ളൂ. അതും സേഫ് സ്റ്റേറ്റ് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത്രയാണ് ബാങ്കേഴ്സ് അൽഗോരിതത്തെ കുറിച്ച് പറയാനുള്ളത്. അതായത് ഡെഡ്ലോക്ക് അവോയ്ഡൻസിൻ്റെ ഭാഗമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു അൽഗോരിതമാണിത്. ഇതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ആയിട്ട് ഞാൻ വേറൊരു വീഡിയോ ചെയ്തുതരാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ബാക്കി ഞാൻ വേറൊരു വീഡിയോ ആക്കിയിട്ട് ചെയ്തുതരാം. അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, ഡിസഡ്വാൻറ്റേജസ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ അവോയ്ഡൻസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഈ ഒരു അൽഗോരിതം കൊടുത്തതാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ വാച്ച് ചെയ്യുക, നോട്ട്സ് എഴുതിയെടുക്കുക. ഓക്കെ, താങ്ക് യു.